കണ്ണൂർ കല്യാട്ടെ മോഷണത്തിൽ ട്വിസ്റ്റ്. മോഷണം നടന്ന വീട്ടിൽ നിന്നും കാണാതായ യുവതി മൈസൂരിൽ കൊല്ലപ്പെട്ടു. ഗൃഹനാഥയായ സുമതയുടെ മകന്റെ ഭാര്യ ദർശിതയാണ് കൊല്ലപ്പെട്ടത്. കല്യാട്ടെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയുമാണ് കാണാതായത്. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, ഏറെ ഞെട്ടിക്കുന്നതാണ്, അതുപോലെ തന്നെ ദുരൂഹവുമാണ്. എന്താണ് സംഭവം? കണ്ണൂർ കല്യാട് ചുങ്കസ്ഥാനത്ത് വെള്ളിയാഴ്ച പട്ടാപ്പകൽ വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. മോഷണം നടന്ന വീട്ടിലെ ഗൃഹനാഥയായ സുമതയുടെ മകൻ സുഭാഷിന്റെ ഭാര്യ ദർശിതയെയാണ് കർണാടക താലി ഗ്രാമത്തിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അതിക്രൂരമായ കൊലപാതകമാണെന്നാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന ദൃശ്യം ഉൾപ്പെടെ തെളിയിക്കുന്നത്. കർണാടകയിലെ ഹുൻസൂർ സ്വദേശിനിയാണ് ദർശിത. ഈ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ സിബ്ഗ കോളേജിന് സമീപത്തെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും കാണാതായത്. ഇതിന്റെ അന്വേഷണം പോലീസ് നടത്തി വരികയായിരുന്നു. ഈ ദർശിത ഈ മോഷണം നടന്ന ദിവസം വീട് പൂട്ടി സ്വന്തം മകളെയും എടുത്ത് നാട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ മോഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഇരിക്കൂർ പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ദർശിതയെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. ആ സാഹചര്യം തുടരുന്നതിനിടയിലാണ് ഇന്ന് ഇരിട്ടി പോലീസിന് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നത്. ദർശിത അവിടെ സാളിഗ്രാമിലുള്ള ലോഡ്ജിൽ കൊല്ലപ്പെട്ടതായുള്ള വിവരം ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കൊല്ലപ്പെടുന്ന സമയത്ത് ദർശിതയ്ക്കൊപ്പം അവരുടെ ഒരു സുഹൃത്ത് കൂടി ആ ലോഡ്ജിൽ ഉണ്ടായിരുന്നു. കർണാടക സ്വദേശിയായ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി രാവിലെ ക്ഷേത്രത്തിൽ പോയതിനു ശേഷം ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു. ഇതിനുശേഷം താൻ പുറത്തുപോയി ഭക്ഷണം വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടു എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ മൊഴി പോലീസ് ഏതായാലും ഇപ്പോൾ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇരിട്ടി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് നാളെ തന്നെ ഇങ്ങോട്ട് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന ഒരു സംശയം കൂടി ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ശരി നിഖിൽ.